ഇന്ന് ഗുരുപൂർണിമ. എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ നമസ്കാരം. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നാണ്. ആഷാഢമാസത്തിലെ പൗർണമി ദിവസമാണ് നമ്മൾ ഗുരുപൂർണിമയായിട്ട് ആചരിക്കുന്നത്. മഹാഭാരതം എഴുതിയ വേദങ്ങളെ തരംതിരിച്ച വ്യാസമഹർഷിയുടെ ജന്മദിനമാണ് ഗുരുപൂർണിമയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ദൈവങ്ങൾക്ക് പോലും ഗുരുക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. അമ്മയിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ആദ്യം പഠിക്കുന്നത്. അമ്മയാണ് ആദ്യത്തെ ഗുരു. മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ. മാതാവിൽ നിന്ന് പിതാവിലേക്കും, പിതാവിൽ നിന്ന് ഗുരുവിലേക്കും, ഗുരുവിൽ നിന്ന് ദൈവത്തിലേക്കും. പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ കുറേ അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ്. പിന്നെ വളർന്നു വരുന്ന സമയത്ത് ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ ഗുരുക്കന്മാരാണ് പലരുടെയും ജീവിതത്തിലുണ്ടാവുക. അറിവ് പകർന്നു നൽകുന്ന എല്ലാവരും ഗുരുക്കന്മാർ തന്നെയാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു ഗുരു എന്ന് പറയാൻ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ഒരു 4 വർഷം മുന്നേ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു കോഴ്സ് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റിൽ ശ്രീ രവിശങ്കർജി എന്ന ഗുരുജിയാണ് ഗുരുസ്ഥാനത്തേക്ക് അതിനായിട്ട് കടന്നു വന്നത്. അങ്ങനെ ഗുരുജിയുടെ യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അതൊക്കെ നിർത്തി. അതിനുശേഷമാണ് ഈ PMCയുടെ മെഡിറ്റേഷനിലേക്ക് വന്നത്. അപ്പോൾ അതിൽ എനിക്ക് കിട്ടി സുപ്രിയജി എന്ന ഗുരുവിനെ. ആ ഗുരുവിൽ നിന്ന് ബ്രഹ്മർഷി ശ്രീ സുഭാഷ് പാത്രിജി സാറിനെ കുറിച്ച് അറിയാൻ പറ്റി. ശ്വാസമാണ് നമ്മുടെ ഗുരു എന്ന് പഠിപ്പിച്ച പാത്രിജി സാർ. അതിനുശേഷം ഇപ്പം നമ്മൾ ആ മെഡിറ്റേഷനിലെ കൂടെയാണ് എല്ലാ ദിവസവും ആ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സുപ്രീജി എന്ന ഗുരുവിലെ കൂടെയാണ് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ എല്ലാ ഗുരുക്കന്മാരോടും എനിക്കിഷ്ടം തന്നെയാണ്. അമൃതാനന്ദമയി, ഷിർദി സായി, പിന്നെ അങ്ങനെ കുറേ ഗുരുക്കന്മാരെ അല്ലാതെയും കുറേ ഓരോരുത്തർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഓരോരോ കാര്യങ്ങൾ. അതൊക്കെ ഗുരുക്കന്മാർ തന്നെ എല്ലാവരും. പിന്നെ നാം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും പാലിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു ഗുരുദക്ഷിണയായിട്ട് മാറുന്നത്. ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ കൈവരാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യം തന്നെയാണ്. ഗുരു ആവശ്യം തന്നെയാണ്. നമുക്കറിയില്ല എന്തൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പാദങ്ങളിടറുമ്പോൾ ഒക്കെ ചേർത്ത് പിടിക്കാൻ ഒരു ഗുരു, പറഞ്ഞു തരാൻ ഒരു ഗുരു എല്ലാവർക്കും ആവശ്യം തന്നെയാണ്. നല്ല മൂല്യങ്ങൾ പകർത്തുക. നമ്മൾ ഗുരു നമുക്കറിയില്ല എന്താ ശരി എന്താ തെറ്റെന്ന്. അപ്പോൾ ഗുരുവിന് നമ്മളെ നേർവഴിക്ക് നയിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരിലും അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. താങ്ക് യു.